ഹലോ ഹലോ ഗൈസ്, ദേ കണ്ടില്ലേ, മുത്ത് ദേ തിരക്കിട്ട് തേങ്ങ ചിരണ്ടലാണ്. ഞാൻ ചിരണ്ടി തരാന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. ഒരു മുറിയല്ല 2 മുറി തേങ്ങ അവള് തന്നെ ചിരകി. അവക്കും അമ്മൂമ്മയ്ക്കും കൂടി അവലോസ് പൊടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള തത്രപ്പാടാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ് കേട്ടോ ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 1 കിലോ പച്ചരി കുതിർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തേക്കുന്നതാണ്. ഇതിലേക്ക് 2 തേങ്ങ ചിരകി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 തേങ്ങ മുത്തും ചിരകി, പിന്നെ 1 തേങ്ങ അമ്മൂമ്മയും കൂടി ചിരകി. അതാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല ജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ മുത്തും അമ്മൂമ്മയും കൂടി ഇങ്ങനെ തട്ടിപ്പൊത്തിയൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂർ വെച്ചതിന് ശേഷം കട്ട ഉടച്ച് എടുക്കുകയാണ് നമ്മൾ. ഇത് എന്നിട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ പുറത്തടുപ്പൊക്കെ കൂട്ടി തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഉരുളി അതിലേക്ക് വെച്ച് ഉരുളി ചൂടായതിന് ശേഷം പൊടിയൊക്കെ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പാകമായപ്പോൾ ഞങ്ങളിത് അടുപ്പത്തു നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് കോരി ഇട്ടു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഉരുളിയുടെ ചൂടുകൊണ്ട് വീണ്ടും കരിയും. അതിനുശേഷം ഞങ്ങളതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്, അതൊന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പൊടിച്ചെടുത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് കഴിഞ്ഞതിന് ശേഷം ശർക്കരപ്പാനി ഒഴിച്ച് ഞങ്ങളത് അവലോസ് കൊണ്ട് ആക്കി എടുത്തിട്ടുണ്ട്.